അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുസ്തകത്തിനുള്ളൊരു പ്രേക്ഷകർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യൻ പല്ല് പൊട്ടുന്നതായി സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മാഷാ അല്ലാഹ്, ചോദ്യത്തിന് ഉത്തരം പറയാം നമുക്ക്. ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീറിൻ റഹിമഹുമുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഫി തഫ്സീറുൽ അഹ്ലാം മുൻതഖിബാത്തുൽ കലാമി ഫി തഫ്സീറുൽ അഹ്ലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. പല്ല് കൊഴിയുന്നതിന്, പല്ല് നഷ്ടപ്പെടുന്നതിന്, അത് വേദനയോടുകൂടെ അതില്ലായ്മ, വേദന ഇല്ലാതെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് ഇങ്ങനെ പല സ്വപ്നങ്ങൾ കണ്ട അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് ഞാൻ ഷോർട്ടായ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? പല്ല് പൊട്ടുന്നതായി സ്വപ്നം കണ്ടാൽ. പല്ല് പൊട്ടുന്നതായിട്ടാണ് ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മഹാന്മാർ തന്നെ പറഞ്ഞു വെച്ചതായി കാണാം. ഞാൻ ആ വിഷയം നോക്കി വെച്ചതായിട്ടുണ്ട്, പൂർണ്ണമായി പറയാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു. അത് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് വരാതിരിക്കാം. കാരണം ഇബാദത്തിനോട് ബടി ഉണ്ടാവുക. പല്ല് പൊട്ടുന്നതായി സ്വപ്നം കണ്ടാൽ, പല്ല് പൊട്ടുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം പറയാൻ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്ഥിതി ഇല്ല, മനസ്സ് വരുന്നില്ല ഇബാദത്ത് ചെയ്യാൻ, അങ്ങനത്തെ സാഹചര്യം. അത് പിന്നെ അതിൻ്റെ വിശദീകരിച്ച് പറഞ്ഞതാണ്, പല്ല് കൊഴിയുന്നതായിട്ട് തന്നെ സ്വപ്നം കണ്ടാലോ, അവൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഇബാദത്ത് കബൂലിയത്തില്ല, വെറുതെ പാഴായിട്ട് വെറുതെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വിശാലമായ ചർച്ചയാണ്. പിന്നെയും സംശയം വന്നേക്കാം, പല്ല് അപ്പോൾ വേദനയോടുകൂടെ കൊഴിയെ, വേദന ഇല്ലാതെ കൊഴിയെ. അപ്പം അതിനൊക്കെ ഞാൻ മുമ്പ് വീഡിയോകൾ പറഞ്ഞിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ്, എന്നിരുന്നാലും നമുക്ക് ഓരോ സ്വപ്നത്തിനും ഓരോ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ ഇൻഷാ അല്ലാഹ് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കിതാബുകളൊക്കെ നോക്കി പറയാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാനും തരും. നമുക്കും പഠിക്കാം, നിങ്ങൾക്കും അറിയിക്കാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.